അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഉത്തമരാകാനുള്ള, ശ്രേഷ്ഠരാകാനുള്ള മാർഗത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന റബ്ബിൻ്റെ അടുക്കൽ ശ്രേഷ്ഠരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും നിലനിർത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ഇന്ന് 7ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 16 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ആയത്തുകളിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഇന്ന് നമ്മൾ 17ാമത്തെ ആയത്ത് മുതൽ ഏതാനും ചില ആയത്തുകൾ പഠിക്കുകയാണ്. റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. ശാരീരികമായ ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. ഓതി വിശദീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, ശബ്ദത്തിന് പ്രശ്നമുണ്ട്, പനിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ നല്ലൊരു ഖാരിഇൻ്റെ, നല്ല ഒരു ഖിറാഅത്ത് കേട്ടുകൊണ്ട് നമ്മുടെ ഓത്തിലെ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ട് എങ്കിൽ അത് തിരുത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിക വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. ഇതാണ് 17ാമത്തെ ആയത്ത്. വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിക വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. തീർച്ചയായും നിങ്ങൾക്ക് മീതെ നാം 7 വഴികൾ അഥവാ ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. സൃഷ്ടിപ്പിനെ പറ്റി നാം ഒട്ടും അശ്രദ്ധനല്ല. എന്താ അല്ലാഹു പറയുന്നത്? വലഖദ് ഖലഖനാ ഫൗഖകും, നിങ്ങളുടെ മേൽ നാം സബ്അ തറായിഖ്, 7 വഴികൾ അല്ലെങ്കിൽ 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് നാം ഒട്ടും അശ്രദ്ധനല്ലതാനും. വലഖദ്, തീർച്ചയായും നാം, ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫൗഖക്കും, ഫൗഖ മുകളിൽ, ഫൗഖക്കും നിങ്ങളുടെ മുകളിൽ, സബ്അ തറായിഖ്, സബ്അ എന്ന് പറഞ്ഞാൽ 7, തറായിഖ് വഴികൾ, വമാ കുന്ന നാം ആയിട്ടില്ല, അനിൽ ഖൽഖി സൃഷ്ടിപ്പിനെ പറ്റി, ഗാഫിലീൻ അശ്രദ്ധൻ ആയിട്ടില്ല. വളരെ ലളിതമായ വാചകങ്ങളാണ്. ഒരുപക്ഷെ ഇതിൽ നമുക്ക് പുതുതായിട്ട് 2 പദങ്ങളെ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ സബ്അ തറായിഖ്, 7 വഴികൾ. 7 വഴികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. നമ്മൾ ഈ ആയത്തിൻ്റെ അർത്ഥം പഠിച്ചു. വലഖദ് ഖലഖ്നാ ഫൗഖകും സബ്അ തറായിഖ വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ. അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ മീതെ നാം 7 ആകാശങ്ങൾ, 7 വഴികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിപ്പിനെ പറ്റി നാം ഒട്ടും അശ്രദ്ധനല്ലതാനും. അപ്പം ഈ ആയത്തിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം, 2 ഭാഗമാക്കാം. ഒന്നെന്താ? അള്ളാഹു നമുക്ക് മീതെ 7 വഴികൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. രണ്ടാമത്തേതെന്താ? ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല, ഗഫ്ലത്തിലല്ല. ഈ 2 ഭാഗങ്ങളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞു സബ്അ തറായിഖ് എന്നതിൻ്റെ ഉദ്ദേശം
എല്ലാ തഫ്സീറുകളിലും, ഒട്ടുമിക്ക തഫ്സീറുകളിലും, ഇബ്നു കസീറാകട്ടെ, ഇമാം തൊബരി ആകട്ടെ, ഖുർത്തുബി ആകട്ടെ, അങ്ങനെയുള്ള തഫ്സീറുകളിലെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ത്വറായിഖ് എന്ന് പറഞ്ഞാൽ അത് ത്വരീഖത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്. ത്വരീഖത്തിൻ്റെ ബഹുവചനമാണ് ത്വറായിഖ്. അർത്ഥം വഴികളെന്നാണ്, വഴികളെന്നാണ്. ഈ വഴികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സബ്അ ത്വറായിഖ് യഅനി അസ്സമാവാതി സബ്അ, 7 ആകാശങ്ങൾ. അപ്പം എന്താ അർത്ഥം? നിങ്ങൾക്ക് മീതെ നാം 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മീതെ നാം 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് മീതെ 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ലതാനും. മനസ്സിലായല്ലോ? അപ്പോൾ ആകാശങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കപ്പെട്ടതായ രീതിയിലായതിനാലും, അതേപോലെ തന്നെ മലക്കുകൾ സഞ്ചരിക്കുന്ന വഴികളായതിനാലും, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ സഞ്ചാരപഥങ്ങളായതിനാലുമാണ് സബ്അ ത്വറായിഖ്, 7 വഴികളെന്ന് പറഞ്ഞത്. മലക്കുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് ആകാശങ്ങൾ. നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ഗ്രഹങ്ങളുമൊക്കെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ സഞ്ചാരപഥങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വഴികൾ എന്ന് പറഞ്ഞത് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത, മനുഷ്യന് പൂർണ്ണമായി ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത അത്ഭുതമാണ് ആകാശമെന്ന് പറയുന്നത്, അല്ലേ? അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയാണത്. മനുഷ്യൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, നമ്മുടെ മുകളിൽ എത്ര ശക്തമാണ് ആകാശം. അത് താഴേക്ക് വീഴാതെ അള്ളാഹു ഇതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതമാണ്. എന്നാൽ അള്ളാഹു ഈ ആയത്തിൻ്റെ 2ാമത്തെ പാർട്ടിൽ പറയുന്ന വാചകം എന്താ? വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ. ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് നാം ഒട്ടും അശ്രദ്ധനല്ല. അപ്പോൾ അള്ളാഹു നമ്മുടെ മുകളിൽ 7 ആകാശങ്ങളെ പടച്ചു. ആ 7 ആകാശങ്ങൾ അടുക്കുകളായി 7 ആകാശങ്ങൾ. ഇവിടെ വഴികളെന്ന് പ്രയോഗിക്കാൻ കാരണം എന്താ? മലക്കുകളുടെ സഞ്ചാര വഴിയാണ്, നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ സഞ്ചാരപാതയാണ്. അതുകൊണ്ടാണ് 7 വഴികളെന്ന് പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങൾ, ആ ആകാശങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു പറയുന്നു, നാം ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് അശ്രദ്ധനല്ല, ഗഫ്ലത്തിലായിട്ടില്ല. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഐ ബൽ യഅലമു മാ യലിജു ഫിൽ അർദി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹാ വഹുവ മഅകും ഐനമാ കുൻതും ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണമാണ്. സൃഷ്ടിപ്പിനെ പറ്റി നാം അശ്രദ്ധരല്ല എന്ന് പറഞ്ഞാൽ, സൃഷ്ടിപ്പിനെക്കുറിച്ച് അശ്രദ്ധനല്ല എന്ന് പറഞ്ഞാൽ, ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറിപ്പോകുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അതാണ് ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് അശ്രദ്ധനല്ല, സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒരു വസ്തുവും അള്ളാഹുവിന് മറഞ്ഞതല്ല എന്നതാണ് വമാ കുന്നാനിൽ ഖൽഖി ഗാഫിലീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പോൾ ആകാശമെന്ന് പറഞ്ഞാൽ ആ 7 ആകാശം, അതിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമുക്കറിയാത്ത. അതൊക്കെ ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു അറിയാതെ ഒന്നും എന്ത് ചെയ്യില്ല, ഈ ലോകത്ത് നടക്കുകയില്ല എന്നുകൂടെ ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതിനെ അങ്ങനെ തന്നെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, വെറുതെ വിടല്ല ചെയ്തത്. ആ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ, ആ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനെ അറിയാം, പടച്ചവനറിയാം. എന്നിട്ടോ ആ സൃഷ്ടിപ്പിൻ്റെ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടതെല്ലാം അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വേണ്ടതെല്ലാം പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ റബ്ബിൻ്റെ കാവലാണ്, റബ്ബിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ഉപരിയിൽ, നമ്മുടെ മുകളിൽ അള്ളാഹു സംവിധാനിച്ച 7 ആകാശങ്ങൾ. ആ ആകാശങ്ങൾ ഭൂമിയിലേക്ക് തകർന്നു വീഴാതെ അവൻ കാത്തു സൂക്ഷിക്കുകയാണ്, അവൻ സംരക്ഷിക്കുകയാണ്. തകർന്നു വീഴുന്നില്ല, ഇല്ല, തൂണുകളില്ല ആകാശത്തിന്. എത്ര ബലവത്താണ്, എത്ര ശക്തമാണ്, എന്തെല്ലാം ഉപരിലോകത്തുണ്ട്, ആകാശലോകത്ത് എന്തൊക്കെ ഉണ്ട്, അതൊന്നും തകർന്നു വീഴാതെ അള്ളാഹു സംരക്ഷിക്കുകയാണ്.
അപ്പം സൃഷ്ടികളെ അള്ളാഹു എങ്ങനെയാണ് അശ്രദ്ധമായി ഉപേക്ഷിക്കുക? മനുഷ്യനെ പടച്ച തമ്പുരാൻ മനുഷ്യന് കാവലാണ്, മനുഷ്യന് സംരക്ഷകനാണ്. ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠതാണ്. അള്ളാഹു 7 ആകാശങ്ങളെ നമുക്ക് മുകളിൽ പടച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. ആ 7 ആകാശങ്ങളെ സൃഷ്ടിച്ച പടച്ചോൻ അതിനെക്കുറിച്ച് അശ്രദ്ധനല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ജീവിക്കുന്ന മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ സുരക്ഷിതരാണ്, ആകാശം തകർന്നു വീഴുന്നില്ല. മഹാനായ ഇമാം ബഖവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, ഐ ലം നഗ്ഫുൽ അൻ ഖൽഖി സമാഇ അൻ തസ്ഖുതു അലൽ അർളി ഫതുഹ്ലികഹും വലാ അൻ ഖൽഖിൽ അർളി അൻ നംനഅഹും റിസ്ഖ വൽ ഖൂത. അദ്ദേഹം വിശദീകരിക്കുന്നത്, ആകാശം ഭൂമിയിലേക്ക് പതിച്ച് മനുഷ്യർ നശിച്ചു പോകാതിരിക്കാൻ അതിനെ കാത്തു സൂക്ഷിക്കുന്നതിൽ നാം അശ്രദ്ധരായിട്ടില്ല. അതാണ് അള്ളാഹ് പറയുന്നത്. ആകാശം ഭൂമിയിലേക്ക് പതിച്ച് ഇവിടെയുള്ള ജീവജാലങ്ങൾ മനുഷ്യരെല്ലാം നശിച്ചു പോകും, സ്വാഭാവികമാണ്. അങ്ങനെ നശിപ്പിക്കാതെ അത് കാത്തു സൂക്ഷിക്കാണ് പടച്ചോൻ, ആകാശം തകർന്നു വീഴാതെ. അതോടൊപ്പം തന്നെ അതിലെ സൃഷ്ടികൾക്ക് ഉപജീവനവും ഭക്ഷണവും തടഞ്ഞു വെച്ച് ഭൂമിയിലെ സൃഷ്ടികളെ നാം വിസ്മരിച്ചിട്ടുമില്ല. ആകാശത്തിൻ്റെ ചുവട്ടിലുള്ള മനുഷ്യരുണ്ട്, ജീവജാലങ്ങളുണ്ട്, അവക്കുള്ള ഉപജീവനം മുകളിൽ നിന്ന് വരുന്നുണ്ട്. എന്താ ഞാൻ വിശദീകരിക്കും, അടുത്ത ആയത്തിൽ നമ്മളിത് പഠിക്കും. ആ ഉപജീവനത്തെ അള്ളാഹു തടഞ്ഞു വെക്കുന്നുമില്ല. അള്ളാഹു അതിനെ കൃത്യമായി കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അശ്രദ്ധനല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സൃഷ്ടികൾക്ക് ആവശ്യമായ മഴ പെയ്യിക്കുന്നത്, വായു, വെളിച്ചം, ഇതൊക്കെ നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. അവരുടെ ഉപജീവനം ഉറപ്പാക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ നിരന്തരമായ ശ്രദ്ധയും കാരുണ്യവും ഈ വിഷയത്തിലുണ്ട് എന്ന് വിഷയം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മീതെ നാം 7 ആകാശങ്ങൾ പടച്ചിട്ടുണ്ട്, 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ആ 7 ആകാശങ്ങൾ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അതിനെക്കുറിച്ച് അശ്രദ്ധനല്ല, അതിനെപ്പറ്റി അശ്രദ്ധനല്ല. അപ്പം എന്താ ഈ ആയത്തിൽ നിന്ന് വിശ്വാസിക്ക് പഠിക്കാനുള്ള പാഠം? ഒന്ന്, അള്ളാഹുവിൻ്റെ ശക്തിയാണ്. അള്ളാഹുവിൻ്റെ ശക്തിയാണ്. ഒന്നിനു മുകളിൽ ഒന്നായി 7 ആകാശങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും കൃത്യമായ ആസൂത്രണത്തെയുമാണ് കാണിക്കുന്നത്. ശാസ്ത്രം ഇന്ന് അതിൻ്റെ പിറകെയാണ്. ശാസ്ത്രം പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ല. ഒരുപക്ഷെ ആകാശങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇന്ന് പല ആളുകളും കണ്ടെത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലും ഹദീസിലൊക്കെ വിശദീകരിച്ച അത്ഭുതങ്ങളുടെ കലവറയാണ്, അത്ഭുതങ്ങളുടെ കേന്ദ്രമാണ് ആകാശവും അതേപോലെ തന്നെ മറ്റുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമൊക്കെ. അപ്പോൾ ഒന്നാമത്തെ പാഠെന്താ? അള്ളാഹു ശക്തനാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അവൻ്റെ ശക്തിയെക്കുറിച്ച് ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 2, അള്ളാഹുവിൻ്റെ നിരന്തരമായ മേൽനോട്ടം. അള്ളാഹുവിൻ്റെ നിരന്തരമായ മേൽനോട്ടം ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠാണ്. നാം ഒരൊറ്റ നിമിഷം പോലും അള്ളാഹുവിൻ്റെ നോട്ടത്തുനിന്ന് പുറത്തു പോകുന്നില്ല. അള്ളാഹു ഇതൊക്കെ പടച്ചിട്ട് വെറുതെ പോയിരിക്കല്ല, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്, എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെക്കുറിച്ച് ഗാഫിലല്ല, അശ്രദ്ധനല്ല എന്ന ഒരു പ്രയോഗം മനുഷ്യന് നൽകുന്ന പ്രതീക്ഷ ഉണ്ട്, മനുഷ്യന് നൽകുന്ന ആശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യന് ഭക്തിയും നൽകുന്ന കാര്യമാണത്. നാം അതിനെ തൊട്ട് അശ്രദ്ധനല്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പാടേണ്ട ഒന്ന്, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്, അശ്രദ്ധനല്ല പടച്ചോൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്തി വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ്. ഈ ആയത്തിൽ നിന്ന് പഠിക്കാനുള്ള പാടാണ് ഖൗഫും റജാവും. എന്താ ഖൗഫും റജാവും? ഖൗഫും റജാവും എന്ന് പറഞ്ഞാൽ ഭയവും പ്രതീക്ഷയും. ആശ്വാസം എന്താണ്? നമുക്ക് നേരിടുന്ന പ്രയാസങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധ്യം അല്ലേ? അള്ളാഹു അവൻ അശ്രദ്ധനല്ല. നമ്മൾ ആര് സംസാരിച്ചാലും, നമ്മൾ ആര് പ്രാർത്ഥിച്ചാലും, നമ്മൾ ആരാവലാതി പറഞ്ഞാലും അള്ളാഹു അത് കേൾക്കും. അതൊരു ആശ്വാസമല്ലേ? നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ അള്ളാഹു ഉണ്ട്, നമ്മുടെ പ്രയാസങ്ങൾ കാണാൻ അള്ളാഹു ഉണ്ട്. അതാണ് ഒരു വിശ്വാസിക്ക് ഈ ആയത്ത് നൽകുന്ന ആശ്വാസം. ഒരു വിശ്വാസിക്ക് നൽകേണ്ട ജാഗ്രത എന്താണ്? പേടി എന്താണ്? അള്ളാഹു എല്ലാം കാണുമെന്ന് പറയുമ്പോൾ, അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നാം ചെയ്യുന്ന രഹസ്യവും പരസ്യവുമായ തിന്മകൾ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് എന്തുണ്ടാക്കണം? വിശ്വാസിക്കുണ്ടാകണം. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്ത, ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, മലകൾ, മാമലകൾ, ഇതൊക്കെ എന്താ? അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്.
മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ പ്രപഞ്ചത്തെ ക്രമീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ, സൃഷ്ടികളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ സൃഷ്ടാവിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. ആകാശത്തെ നോക്കാൻ, ഒട്ടകത്തെ നോക്കാൻ, അതേപോലെ തന്നെ ഭൂമിയിലുള്ള പല ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും വിവരിക്കുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനും ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാനും ഈ ആയത്ത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആയത്തിൽ അള്ളാഹു പറയുന്നത്? ഞാനൊരു തവണ കൂടെ പറയാം. അള്ളാഹു പറഞ്ഞു, വലഖദ് ഖലഖ്നാ ഫൗഖകും സബ്അ തറായിഖ വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. നിങ്ങൾക്കുമീതെ, തീർച്ചയായും നിങ്ങൾക്കുമീതെ നാം 7 വഴികൾ സൃഷ്ടിച്ചിരിക്കുന്നു. 7 വഴികൾ എന്താണ്? 7 ആകാശങ്ങളാണ്. വഴികളെന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് മലക്കുകളുടെ സഞ്ചാര വഴിയാണ്. അതോടൊപ്പം തന്നെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ സഞ്ചാര പാതയായതിനാലാണ് ആകാശത്തെ വഴികൾ എന്നിവിടെ പ്രയോഗിച്ചത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ. ആ സൃഷ്ടിപ്പ് നടത്തിയ പടച്ച തമ്പുരാൻ സൃഷ്ടിപ്പിനെ പറ്റി ഒട്ടും അശ്രദ്ധനുമല്ല എന്നും അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിലൊട്ടും അശ്രദ്ധനല്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ വിശാലമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ 18-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ആകാശത്ത് നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ഇറക്കുകയും എന്നിട്ട് അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തു. തീർച്ചയായും അത് കൊണ്ടുപോകുവാൻ, ഇല്ലാതാക്കുവാൻ നാം കഴിവുള്ളവൻ തന്നെയാണ്. ഇതാണ് അല്ലാഹു പറയുന്നത്. വഅൻസൽന, നാം ഇറക്കുകയും ചെയ്തു. വഅൻസൽന, നാം ഇറക്കുകയും ചെയ്തു. മിനസ്സമായി, ആകാശത്ത് നിന്ന്. സമാ ആകാശം, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്. മാഉൻ വെള്ളം, മാഅൻ വെള്ളത്തെ ബിഖദരിൻ ഒരു നിശ്ചിത അളവിൽ. ഖദർ അളവ്, നിശ്ചിത അളവിൽ. സൂറത്തുൽ ഖദർ നമുക്കറിയാലോ. ബിഖദരിൻ ഫഅസ്കന്നാഹു എന്നിട്ട് അതിനെ താമസിപ്പിച്ചു, താങ്ങി നിർത്തി. സക്കൻ എന്ന് പറഞ്ഞാൽ മസ്കൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? താമസ കേന്ദ്രം, വീട്, എന്നാണ് മസ്കൻ എന്ന് പറയാം. ഫഅസ്കന്നാഹു എന്നിട്ട് അതിനെ നാം താമസിപ്പിച്ചു, താങ്ങി നിർത്തി. എവിടെ? ഫിൽ അർദി, ഭൂമിയിൽ. വഇന്നാ, തീർച്ചയായും നാം അലാ ദഹാബിൻ ബിഹി, അതിനെ കൊണ്ടുപോകുന്നതിനുമേൽ, അതിനെ പോക്കിക്കളയാൻ ലഖാദിറൂൻ, കഴിവുള്ളവൻ തന്നെയാണ്. അപ്പം എന്താ അല്ലാഹു പറയുന്നത്? ആകാശത്ത് നിന്ന് ഒരു നിശ്ചിത അളവിൽ വെള്ളം ഇറക്കുകയും എന്നിട്ട് അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തു. എന്നിട്ട് അവസാനം വാചകം എന്താ? തീർച്ചയായും അത് കൊണ്ടുപോകാൻ, ഇല്ലാതാക്കാൻ നാം കഴിവുള്ളവനാണ്. ധാരാളം കാര്യങ്ങൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കാണ്ട്. നോക്കൂ, നിങ്ങൾ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തെയും അതേപോലെ തന്നെ പ്രപഞ്ച വ്യവസ്ഥകളോടും ചേർത്ത ഒരു വിവരണമാണ് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ, അദ്ദേഹം പറഞ്ഞു ഐ ബിഖദരിൽ കിഫായത്തി ലാ കസീറൻ ഫയഫ്സുദുൽ അർദു വൽ ഇമാറാത്ത് വല ഖലീലൻ ഫലാ യക്ഫി സുറൂഅ വസ്സിമാർ. എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു നിശ്ചിത അളവിൽ ആകാശത്ത് നിന്ന് നാം വെള്ളം ഇറക്കി, അതാണ് 1-ാമത്തെ ഭാഗം. എന്നാൽ ആ ഇറക്കിയ വെള്ളം അത് ആവശ്യത്തിന് കൃത്യമായ അളവിലാണ്, അല്ലേ? ബിഖദരിൻ, നിശ്ചിതമായ അളവിൽ, ഓവറാകാതെ കുറവുമാകാതെയാണ് അള്ളാഹു എന്ത് ചെയ്തത്? വെള്ളം ഇറക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു ആകാശത്തുനിന്ന് ഇവിടെ വെള്ളം ഇറക്കാമെന്ന് ഉദ്ദേശിക്കുന്ന മഴയാണ്. ആ മഴ ഇറക്കുമ്പോൾ അതിൻ്റെ ഖദർ തെറ്റിയാൽ, അതിൻ്റെ അളവ് തെറ്റിയുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളിപ്പോൾ മഴക്കാലത്താണ്. ഓരോ മഴക്കാലം വരുമ്പോഴും മനുഷ്യന്മാർക്ക് പേടിയാണ്. കാരണം എന്താ? പ്രളയം ഉണ്ടാകുമോ, ദുരിതം ഉണ്ടാകുമോ? ഒന്ന് കണക്ക് തെറ്റിയാൽ എന്താ സംഭവിക്കുക? വലിയ വലിയ അപകടങ്ങളുണ്ടാകും. ലോകം അതിന് സാക്ഷിയാണ്, അല്ലേ? നമുക്കത് നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്.
ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിൻ്റെ മഴയുടെ ചരിത്രവും കണക്കുമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര പ്രളയങ്ങളുണ്ടായി, എത്ര ആളുകൾ ജീവൻ നഷ്ടമായി, എന്തൊക്കെ ദുരിതങ്ങളുണ്ടായി. ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ വയനാട് ജില്ലയിൽ വലിയ പ്രയാസം ഉണ്ടായില്ല ആളുകൾക്ക്. നോക്കൂ നിങ്ങൾ, അള്ളാഹ് പറഞ്ഞത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ, ആകാശത്ത് നിന്ന് ഒരു കണക്ക് പ്രകാരം ഒരു നിശ്ചിത അളവിലാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു വെള്ളം ഇറക്കുന്നത്, പ്രളയമുണ്ടാകാത്ത വിധത്തിൽ. എന്നാൽ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് കൃത്യമായി തികയുന്ന അളവിലാണ് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത്. പരിധി വിട്ടാൽ അത് നാശമായിട്ട് മാറും. മഴ കുറഞ്ഞു പോയാലോ വരൾച്ചയുണ്ടാകും. ഇപ്പം നമുക്ക് പേടിയുണ്ട് സത്യത്തിൽ. മനുഷ്യന്മാരുടെ മനസ്സിൽ ഭയമുണ്ട്. എല്ലാ വർഷവും കിട്ടുന്ന അത്ര മഴ നമുക്ക് കിട്ടിയിട്ടില്ല, വരൾച്ച ഉണ്ടാകുമോ, വെള്ളം ലഭിക്കാതിരിക്കുമോ, ആൾക്കാർ പേടിക്കുന്ന അവസ്ഥയാണ്, ഭയപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹ് പറഞ്ഞു, നോക്കൂ നിങ്ങൾ, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, അള്ളാഹു മഴ വർഷിപ്പിക്കുന്ന ഒരു ഖദർ അനുസരിച്ച്, ഒരു കണക്കനുസരിച്ച്. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഫഅസ്കന്നാഹു ഫിൽ അർദ്, ആ അള്ളാഹു ഇറക്കിയ വെള്ളത്തെ അതിനെ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചു വെക്കുന്നുണ്ട്, അതിനെ താമസിപ്പിക്കുന്നുണ്ട്. അതിനെ കളയുകയല്ല ചെയ്യുന്നത്. പെയ്തിറങ്ങുന്ന വെള്ളം ഭൂമി കുടിച്ചു തീർത്തില്ലാതാകുന്നില്ല. പകരം മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിൽ അള്ളാഹു അതിനെ ഭൂമിക്കടിയിൽ ഉറവകളായും കിണറുകളായും നദികളുമായൊക്കെ എന്ത് ചെയ്യാണ്? സംഭരിച്ചു വെക്കുകയാണ്. അതാണ് അതിനെ പോക്കിക്കളയുന്നില്ല, അതിനെ സംരക്ഷിച്ചു നിർത്തുന്നു. ഫഅസ്കന്നാഹു, താങ്ങി നിർത്തുന്നു എന്ന് പറഞ്ഞത്. ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളം, ആ വെള്ളം എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് സംഭവിക്കാം? ഒന്ന്, ആ വെള്ളം അതേപോലെ ഭൂമിയുടെ മുകളിൽ നിന്നു എന്ന് വിചാരിക്കുക. ഭൂമിയുടെ മുകളിൽ അതേപോലെ നിന്നു എന്നാൽ എന്താ സംഭവിക്കുക? വെള്ളം ഇങ്ങനെ മഴയായി വർഷിക്കുന്ന ആ വെള്ളം മുഴുവനും ഭൂമിയുടെ മുകളിൽ താഴേക്ക് പോകാതെ ഭൂമിയുടെ മുകളിൽ തന്നെ കെട്ടി നിന്നാൽ ഒന്ന്, നമുക്കവിടെ ജീവിതം പ്രയാസമുള്ളതാകും, വെള്ളത്തിലാവും നമ്മുടെ ജീവിതം. 2, ആ വെള്ളം കേടുവരും. കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ എന്ത് ചെയ്യും? കേടുവരും, നിറം മാറും, ദുർഗന്ധം ഉണ്ടാകും, വലിയ അപകടങ്ങളുണ്ടാവും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഇറക്കി, എന്നിട്ട് അതിനെ താങ്ങി നിർത്തി. ആ താങ്ങി നിർത്തുന്നത് എങ്ങനെയാണ്? ആ താങ്ങി നിർത്തുന്നത് തന്നെ ആ വെള്ളത്തെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ്. കിണറുകളിൽ, ജലാശയങ്ങളിൽ, ഭൂമിക്കടിയിലൊക്കെ പടച്ചനതിനെ താങ്ങി നിർത്തുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ആ ഇറങ്ങുന്ന വെള്ളത്തെ മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും ആഴത്തിലേക്ക്, ഭൂമിയുടെ ആഴിയിലേക്ക് അള്ളാഹുവിന് വേണമെങ്കിൽ താഴ്ത്തിക്കളയാം, മനുഷ്യന് കിട്ടാത്ത വിധത്തിൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയും, തിരിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവൻ. ആയത്തിൻ്റെ അവസാന വാചകം എന്താ? ആയത്തിൻ്റെ അവസാനത്തിൽ വ ഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, തീർച്ചയായും നാം അതിനെ പോക്കിക്കളയാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഈ മഴ വർഷിപ്പിക്കുന്ന, മഴയെ താങ്ങി നിർത്തുന്ന, ഈ മഴവെള്ളത്തെ ഇവിടെ പിടിച്ചു വെക്കുന്ന പടച്ചോൻ എന്തിന് കഴിയും? അള്ളാഹുവിന് ആ വെള്ളത്തെ ഇല്ലാതെയാക്കാൻ, പെയ്യുന്ന വെള്ളത്തെ നമുക്ക് ലഭിക്കാത്ത കോലത്തിൽ ആക്കിക്കളയാൻ ആർക്ക് സാധിക്കും? അള്ളാഹുവിന് കഴിയും. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് 3 ഭാഗമാണ്. ഒന്ന്, അള്ളാഹു ആകാശലോകത്ത് നമുക്ക് വെള്ളം ഇറക്കി തരുന്നു. ആ വെള്ളത്തെ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ സംരക്ഷിച്ച് നിർത്തുന്നു. അല്ലേ? ആ സംരക്ഷിച്ച് നിർത്തുന്നത് തന്നെ എന്താണ്? അത്ഭുതമാണ്. ഭൂമിയുടെ മുകളിൽ കെട്ടി നിൽക്കല്ല, കെട്ടി നിന്നാൽ വെള്ളം കേടുവരും. ഭൂമിയുടെ അടിയിലേക്കാക്കി, ആ അടിയിലേക്കാക്കുന്നതിനെ നമുക്ക് കിട്ടുന്ന കോലത്തിൽ, ലഭ്യമായ രൂപത്തിലാണ്, കിണറായി അല്ലെങ്കിൽ ജലാശയങ്ങളായി കിട്ടുന്ന കോലത്തിലാണ്. അത് കിട്ടാത്ത കോലത്തിൽ ആക്കിക്കളയാൻ അള്ളാഹുവിന് കഴിയും എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, ഭൂമിക്ക് ജീവൻ നൽകാൻ ആകാശത്ത് നിന്ന് ശുദ്ധമായ വെള്ളം കൃത്യമായ കണക്കനുസരിച്ച് അള്ളാഹു ഇറക്കി തന്നു. അതാണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥാക്കുന്നത്. അതേപോലെ തന്നെ അത് ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയത് അള്ളാഹുവിൻ്റെ വലിയൊരു പ്ലാനിങ് ആണ്. വെള്ളം ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞു നാറുകയും രോഗങ്ങൾ പരത്തുകയും ചെയ്യും. എന്നാൽ മണ്ണിലേക്ക് ഇറങ്ങി അത് ശുദ്ധീകരിക്കപ്പെടുകയും സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു വിചാരിച്ചാൽ ആ സംഭരണ സംവിധാനം തകിടം മറിക്കാനും ആ വെള്ളം പൂർണ്ണമായി ഇല്ലാതെയാക്കാനും പടച്ചോന് കഴിയും, അള്ളാഹുവിന് കഴിയും. അപ്പോൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. പിന്നെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഖദർ എന്ന് പറഞ്ഞാൽ ഒരു കണക്കനുസരിച്ച് അള്ളാഹു ചില സന്ദർഭങ്ങളിൽ ആ കണക്കിനൊന്ന് തെറ്റിച്ചിക്കണ്. അല്ലേ? അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളെ
നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്തുനിന്ന് വെള്ളം ഇറക്കുന്നതിൻ്റെ കണക്കൊന്നും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് നൂഹ് നബിയുടെ സമുദായത്തിൻ്റെ പ്രളയം. വഫാറത്തന്നൂർ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. വഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്നു എന്നാണ്. അടുപ്പിൽ നിന്ന് പോലും പ്രളയം ഉണ്ടായി. അതേപോലെ തന്നെ സബഅ് രാജ്ഞിയുടെയും ജനതയുടെയും ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ യമനിലെ സബഅ് ജനതക്ക് അള്ളാഹു വലിയ ജലസമൃദ്ധിയും ഡാമുകളൊക്കെ നൽകിയിരുന്നു. അവരുടെ ചരിത്രം അങ്ങനെയാണ്. എന്നാൽ അവർ ധിക്കാരം കാണിച്ചപ്പോൾ, നന്ദികേട് കാണിച്ചപ്പോൾ അവിടെ പെരുവെള്ളപ്പാച്ചിൽ ഉണ്ടായി, അവരുടെ ഡാമുകൾ തകർന്നു, വലിയ ദുരിതം ഉണ്ടായി, വെള്ളം അധികമായി, പരീക്ഷണങ്ങളെ നേരിട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കേണ്ട പാഠം എന്താ പറയുക? ഒന്ന്, വെള്ളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലുള്ളതാണ്. വെള്ളം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നിങ്ങൾ, നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതൊരു ശക്തമായ ഒരു മഴവെള്ളപ്പാച്ചിൽ വന്നാൽ അതിനെ പിടിച്ചു വെക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? എത്രയെത്ര വീടുകൾ തകരുന്നതാണ്, വലിയ വലിയ കെട്ടിടങ്ങൾ. ഇപ്പോൾ സുനാമി ഉണ്ടായതിൻ്റെ വാർത്തകളൊക്കെ കണ്ടവരാണ് നമ്മൾ, അല്ലേ? മനുഷ്യൻ നിസ്സഹായനാണ് വെള്ളത്തിൻ്റെ മുമ്പ്. അതിൻ്റെ പൂർണ്ണമായ അതുണ്ടാക്കുന്നത്, അത് സംരക്ഷിക്കുക, അതിനെ പിടിച്ച്, ഇതൊക്കെ ആരെ? പടച്ചോനാണ്, അള്ളാഹുവാണ്, അല്ലേ? ഭൂമിയിലെ ജലസ്രോതസ്സുകളുടെ യഥാർത്ഥ ഉടമ അത് മനുഷ്യനല്ല, അള്ളാഹുവാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാക്കണം. ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂട്ടാനും കുറക്കാനും വറ്റിച്ച് കളയാനും പടച്ചോന് പറ്റും, നമുക്ക് പറ്റുമൊന്നുമില്ല, നമുക്കത് നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായ മാപിനികൾ അനുസരിച്ചാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. മഴയുടെ അളവ് പോലും ഭൂമിയുടെ നിലനിൽപ്പിന് അനുയോജ്യമായ രീതിയിലാണ്. അങ്ങനെയാണ് അള്ളാഹു ഇതിനെന്ത് ചെയ്തിട്ടുള്ളത്? സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിലെ മറ്റൊരു പാഠെന്താ? അള്ളാഹുവിന് ശുക്ർ ചെയ്യണമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ജലമെന്ന് പറയുന്ന, വെള്ളമെന്ന് പറയുന്ന അത്ഭുതം പടച്ചോൻ നൽകി. വെള്ളമില്ലെങ്കിൽ അവസ്ഥ എന്താ? മനുഷ്യന്, ജീവജാലങ്ങൾക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റൂല. ആ വെള്ളം അള്ളാഹു നമുക്ക് നൽകി. അതുകൊണ്ട് തന്നെ ഓരോ തുള്ളി വെള്ളം കുടിക്കുമ്പോഴും അത് ഈ ഭൂമിയിൽ ലഭ്യമാക്കിയ റബ്ബിനോട് നന്ദി കാണിക്കുന്നവരാകണം, നമ്മൾ ശുക്ർ കാണിക്കുന്നവരാകണം. അതോടൊപ്പം തന്നെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ ആ അനുഗ്രഹങ്ങളെ തിരിച്ചു വിളിക്കാൻ അള്ളാഹുവിന് ഒരൊറ്റ നിമിഷം മതി. വെള്ളത്തെ ഇല്ലാതെയാക്കാൻ പടച്ചവന് ഒരു നിമിഷം മതി. അതുകൊണ്ട് തന്നെ പരലോകബോധം എന്ത് ചെയ്യണം? മനുഷ്യനുണ്ടാകണം. വിനയാന്വിതരായി ഈ ലോകത്ത് അവർ ജീവിക്കണം. നമ്മുടെ ബാധ്യതയാണ് ജലസംരക്ഷണം എന്നുള്ളത്. അള്ളാഹു ഭൂമിയിൽ സൂക്ഷിച്ചു വെച്ച വെള്ളത്തെ മലിനമാക്കാതെ അനാവശ്യമായി ദുർവ്യയം ചെയ്യാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രകൃതിയെ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിക്കണം. ഭൂമിയിൽ വെള്ളം തങ്ങി നിൽക്കണമെങ്കിൽ ഫഅസ്കന്നാഹു ഫിൽ അർദ് എന്ന് പ്രയോഗിച്ചില്ലേ? ഭൂമിയിൽ വെള്ളം തങ്ങി നിൽക്കണമെങ്കിൽ അതിനൊരു സാഹചര്യം വേണം. ആ സാഹചര്യത്തെ നമ്മൾ നിലനിർത്തണം. അഥവാ അകാരണമായി മണ്ണും മരങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇല്ലാതെയാക്കാൻ പാടില്ല. മണ്ണും മരങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രകൃതിയൊക്കെ നിലനിൽക്കണം. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ അതിന് മത്സരിക്കുക മനുഷ്യന്മാർ. ആവശ്യമുള്ളത് ഉണ്ടാക്കണം, വേണ്ടെന്നല്ല. പക്ഷേ ഒരു കാരണമല്ലാതെ അകാരണമായി അതൊക്കെ തകർക്കുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. ഭൂമിയുടെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ട്, അത് നമ്മൾ തകർത്ത് കളയാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ വിശ്വാസികൾ പഠിക്കണം. മഴയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ, മഴ ലഭിക്കാതാകുമ്പോഴും ജലക്ഷാമം ഉണ്ടാകുമ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് ചരിത്രങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ആരാധന ഉണ്ട് എന്നർത്ഥം. മഴ ഇല്ലാതെ ആയാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, മഴ കൂടുതലായാലോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ നാഫിഅൻ ഗൈറ ദാരിൻ ആജിലൻ ഗൈറ ആജിൽ. നബിയുടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് രക്ഷ നൽകുന്നതും സംതൃപ്തി നൽകുന്നതും ഫലഭൂയിഷ്ടവും ഉപകാരപ്രദവും യാതൊരു ഉപദ്രവമില്ലാത്തതുമായ ഉടനടിയുള്ള മഴ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. വെള്ളിയാഴ്ച ജുമാ ഖുതുബകളിൽ മഴ ലഭിക്കാനായി നബി പ്രകാരം പ്രാർത്ഥിച്ചുന്ന അല്ലാഹുമ്മ അഗിഫ്ന അല്ലാഹുമ്മ അഗിഫ്ന അല്ലാഹുമ്മ അഗിഫ്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ നൽകി സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. 3 തവണ അത് ആവർത്തിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ സ്ഖി ഇബാദക
അല്ലാഹുമ്മ സ്ഖി ഇബാദക വബഹായിമക വൻഷുർ റഹ്മതക വഅഹി ബലദകൽ മയ്യിത്ത്. അല്ലാഹുവേ, നിന്റെ ദാസന്മാർക്കും നിന്റെ കന്നുകാലികൾക്കും നീ വെള്ളം നൽകണമേ. നിന്റെ കാരുണ്യത്തെ നീ വിശാലമാക്കുകയും നിർജീവമായി കിടക്കുന്ന നിന്റെ നാടിന് നീ ജീവൻ നൽകുകയും ചെയ്യണമേ എന്ന് അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ മുവത്തയിൽ നമുക്കത് കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ, മഴ പെയ്തു തുടങ്ങുമ്പോൾ അത് നാശത്തിനിടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അനുഗ്രഹമായി മാറാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ, അള്ളാഹുവെ ഉപകാരപ്രദമായ മഴയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2 ആയത്തുകളാണ് നമ്മൾ എടുത്തത്. ഈ 2 ആയത്തുകളും നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, നമുക്ക് പറഞ്ഞു തന്നത്, അല്ലാഹു 7 ആകാശങ്ങളെ പടച്ചു. വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിഖ്, നിങ്ങൾക്ക് മീതെ നാം 7 വഴികൾ പടച്ചിരിക്കുന്നു. എന്താണെന്നറിയാം? വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു ഒട്ടും അശ്രദ്ധനല്ലതാനും എന്ന് അല്ലാഹു പറഞ്ഞു. 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, തീർച്ചയായും നാം ആകാശത്തിനൊരു കണക്കനുസരിച്ച് വെള്ളമിറക്കി, ആ വെള്ളത്തെ എന്ത് ചെയ്തു? നാം ഭൂമിയിൽ താങ്ങി നിർത്തുകയും സംരക്ഷിച്ചു നിർത്തുകയും ചെയ്തു. തീർച്ചയായും അതിനെ പോക്കിക്കളയാൻ കഴിവുള്ളവനാണ് ഞാൻ. ഈ 2 ആയത്തുകളും നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ 2 ആയത്തിൽ നിന്നും വിശ്വാസികൾക്ക് പഠിക്കാൻ ഏറെയുണ്ട്. ആ പാഠങ്ങൾ പഠിക്കാനും ഈ ആയത്തിനെ ഉൾക്കൊള്ളാനും നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കാനും അവരോട് നന്ദി കാണിക്കാനും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും നമുക്ക് കരുത്ത് നൽകുന്ന വചനങ്ങളാണ് ഈ ആയത്തുകൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാൻ, പരലോകത്ത് വിജയം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുണ്ട്, അല്ലാഹു സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.